ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരിയിലാണേ. ഈ ഒരു 3 മാസത്തിനിടയിൽ ഇതിപ്പോൾ മൂന്നാമത്തെ വട്ടമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ലൈക്ക് നമ്മൾ ഈ അമ്മ വീട്ടിലൊക്കെ പോയിട്ട് വരത്തില്ലേ, ഏകദേശം അതേ കണക്കാണ് ഞാൻ കന്യാകുമാരിയിൽ പോയിട്ട് വരുന്നത്. സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കും ആൾക്കൂട്ടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങും റൂം കിട്ടിയില്ല. ലാസ്റ്റ് ശിവമുരുകനിലാണ് റൂം കിട്ടിയത്. റൂമിനെ പറ്റി എടുത്ത് പറയണം, കാരണം ഈ ഒരു 3 തവണ വന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു റൂമാണ്. വന്ന് ഒരുപാട് നേരമൊന്നും നിൽക്കാൻ ടൈമില്ല, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു, ഒന്നും കഴിച്ചില്ല. അതുകൊണ്ട് നേരെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ആപ്പിൾ റെസ്റ്റോറൻറ്റിൽ തന്നെ പോയി ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതേ ഒരു ലൈമും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് അടുത്ത ദിവസം രാവിലെ എണീറ്റു. എന്തിനാന്ന് വെച്ചാൽ സൺറൈസ് കാണാനായിട്ടാണ്. രാവിലെ നല്ല മഴയും തണുപ്പൊക്കെ കൊണ്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നതിന് പകരം ഇവിടെ ഒന്ന് സൺറൈസ് കാണാൻ നിന്നതാ. കാർമേഘമൊക്കെ മൂടിയിട്ട് സൺറൈസും കാണാൻ പറ്റിയില്ല. പിന്നെ നേരെ പോയത് കോഫി കുടിക്കാനാണ്. അപ്പോഴത്തെ അവിടെ നല്ല ചൂട് ഉഴുന്നവട ഉണ്ടായിരുന്നു. അങ്ങനെ ഉഴുന്നവടയും കോഫിയൊക്കെ കുടിച്ചു. പിന്നെ നേരെ പോയത് ബീച്ചിലേക്കാണ്. ഇവിടെ വന്നാൽ പിന്നെ ബീച്ചിൽ പോകണമെന്നുള്ളത് നിർബന്ധമാണ്. കഴിഞ്ഞ 2 തവണ വന്നിട്ട് ബോട്ടിങ്ങിന് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇത്തവണ പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് ദേ ഒരു നീണ്ട ക്യൂ. അതുകൊണ്ട് ഇനി അടുത്ത തവണ വരുമ്പോൾ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനെ ഒന്നും കഴിക്കണ്ടെന്നൊക്കെ വിചാരിച്ചാണ്. പിന്നെ ഈ ഒരു പൊങ്കലുണ്ടപ്പോൾ കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ആയപ്പോൾ ഈ ഒരു ബിരിയാണിയാണ് കഴിച്ചത്. അത് ഒരു വകയ്ക്കും കൊള്ളത്തില്ലായിരുന്നു. അച്ഛൻ ഈ ഒരു സൗത്ത് ഇന്ത്യൻ താലിയാണ് കഴിച്ചത്. അത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ബിരിയാണി പോയി. പിന്നെ തിരിച്ച് ട്രെയിനിൽ കയറി ഈ ഒരു ചോക്കോബാറൊക്കെ കഴിച്ച് വിൻഡോ സീറ്റിലിരുന്ന് കാറ്റും മഴയൊക്കെ കൊണ്ട് നല്ല സുഖമായിട്ട് തിരിച്ചു വന്നു. ബോട്ടിങ്ങിന് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു കന്യാകുമാരി ട്രിപ്പ് ഇങ്ങനെ ഒന്നും അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.